ഗായ്സ് അങ്ങനെ ജപ്പാൻ നമ്മുടെ വുമൻസ് ടീമിനെ AFC ഏഷ്യൻ കപ്പിൽ 11-0 തോൽപ്പിച്ചിരിക്കുകയാണ്. ഇതൊരു വലിയ ചാലഞ്ച് ആയിരിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയായിരുന്നു. പക്ഷേ ഈ ഒരു സ്കോർ ലൈനിൽ ഏറ്റ തോൽവി അത് നമ്മുടെ ഒരു പക്ഷേ അടുത്ത റൗണ്ടിലേക്ക് കടക്കാനുള്ള ഒരു ക്വാളിഫിക്കേഷന് വലിയൊരു തിരിച്ചടിയാണ്. എൻ്റെ ആകെ കൂടെ ഉള്ള ഒരു പ്രാർത്ഥന വലിയൊരു മാർജിനിൽ നമ്മൾ തോക്കരുതെന്നായിരുന്നു. പക്ഷേ അതിവിടെ സംഭവിച്ചിരിക്കുകയാണ്. 11-0. ആദ്യത്തെ ഹാഫിൽ 5 ഗോള്, രണ്ടാമത്തെ ഹാഫിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇറങ്ങിയ പ്ലെയർ ഹാട്രിക് ഉൾപ്പെടെ 6 ഗോളുകൾ അടിച്ച് അവരങ്ങനെ ഒരു കംഫർട്ടബിൾ വിൻ എന്ന് പറയാൻ പറ്റില്ല, എക്സ്ട്രീംലി കംഫർട്ടബിൾ വിൻ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ടീം ഇവിടെ കളിക്കുന്ന ഓരോ മിനിറ്റും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാം. നമ്മുടെ സ്ഥിരം വീഡിയോ പോലെ അത്രയും ലെങ്ത് ഉണ്ടാവില്ല, എന്നാലും ഈ മത്സരത്തിൽ നിന്നുള്ള 3 മെയിൻ പോയിന്റുകൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആദ്യം തന്നെ ജപ്പാനെ കുറിച്ച് പറയാം. 2014-ലും 2018-ലും AFC വുമൻസ് കപ്പ് അടിച്ച ഒരു നാഷണൽ ടീമാണ് അവരുടേത്. 2022-ൽ ഇന്ത്യയിൽ ടൂർണമെന്റ് നടന്നപ്പോൾ സെമി ഫൈനലിൽ ഇവൻച്വൽ വിന്നേഴ്സായ ചൈനയോട് പെനൽറ്റി ഷൂട്ടൗട്ടിൽ പൂനെയിൽ വെച്ച് തോറ്റു. ജപ്പാൻ ഒരു വേൾഡ് ക്ലാസ് ക്വാളിറ്റി ഉള്ള ടീമാണ്. അത് അവരുടെ ആദ്യത്തെ ഗോളിൽ നിന്ന് തന്നെ ആ ഒരു ടെക്നിക്കൽ എബിലിറ്റിയും ആ ഒരു ക്ലാസ്സും ഒക്കെ നമുക്ക് മനസ്സിലായി അല്ലേ. യുസുക്കി യാമമോട്ടോ അവിടെ ഒരു നട്ട്മെഗിന് ശേഷം ബോക്സിന്റെ പുറത്ത് ആ ലെഫ്റ്റ് സൈഡിൽ നിന്നും ഒരു കേളിംഗ് ഷോട്ട് ആ ഫാർ കോർണറിലേക്ക്. അതൊക്കെ വുമൻസ് ഫുട്ബോളിലല്ല, ഈവൻ മെൻസ് ഫുട്ബോളിലും ഒരു ഗോൾ കീപ്പറിനും അങ്ങനത്തെ ഒരു എഫർട്ടൊന്നും തടയാൻ പറ്റില്ല. അമ്മാതിരി ക്വാളിറ്റി ഉള്ള ഒരു ഫിനിഷ് ആയിരുന്നു അത്. അവിടം തൊട്ട് ഒരു അലാമ്പല്ല് ശരിക്കും അടിച്ചു തുടങ്ങി. ഇങ്ങനത്തെ ഒരു ക്വാളിറ്റിക്ക് എതിരെയാണ് നമ്മൾ കമ്പീറ്റ് ചെയ്യാൻ പോകുന്നതെന്നുള്ള ഒരു ഏർലി റിമൈൻഡർ ആയിരുന്നു ആ ഗോള്. ഈ പ്ലെയർ ആക്ച്വലി യൂറോപ്പിലൊന്നും കളിക്കുന്ന പ്ലെയർ പോലുമല്ല. ടോക്കിയോ വെർഡി ബെലേസ എന്ന് പറഞ്ഞ് ജപ്പാനിൽ തന്നെ ക്ലബ് ഫുട്ബോൾ കളിക്കുന്ന ഒരു പ്ലെയറാണ്. അപ്പൊ ആ പ്ലെയറിൽ നിന്ന് ഇങ്ങനത്തെ ഒരു ക്വാളിറ്റി വന്നു. ആ ഗോളിന് ശേഷം കളിയിലുള്ള ബാക്കിയുള്ള സൂപ്പർ സ്റ്റാറുകളൊക്കെ ഓണായി. ജപ്പാന്റെ ക്യാപ്റ്റനായ യുയി ഹസഗാവ മാൻ സിറ്റിയുടെ പ്ലെയറാണ്. അതുപോലെ തന്നെ ഈ മത്സരത്തിൽ ഹാട്രിക് കണ്ടെത്തിയ ഹിനാറ്റ മിയസാവ യുണൈറ്റഡിന് കളിക്കുന്ന ഒരു പ്ലെയറാണ്. കുറച്ചും കൂടി ഒരു ഡീപ്പർ റോളിലാണ് ശരിക്കും പുള്ളിക്കാരി കളിക്കാറ്. പക്ഷേ ഇന്നൊരു അഡ്വാൻസ്ഡ് റോളിൽ കുറച്ച് നല്ലോണം കളിച്ച് 3 ഗോളുകളും കണ്ടെത്തി. സെക്കൻഡ് ഹാഫിൽ ഞാൻ പറഞ്ഞ പോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇറങ്ങിയ റിക്കോ ഉയേക്കി വെസ്റ്റ് ഹാമിന് വേണ്ടി കളിക്കുന്ന പ്ലെയറാണ്. കീക്കോ സെയ്ക്കെ ബ്രൈറ്റന്റെ ഫോർവേഡാണ്. ഇവർക്ക് എല്ലാവരും ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും ക്വാളിറ്റി ഉള്ള പ്ലെയേഴ്സാണ്. എല്ലാവരും WSL ഒക്കെ കളിച്ച് എക്സ്പീരിയൻസ് ഉള്ള ഫുട്ബോളേഴ്സ് ആണ്. അപ്പോൾ അവർക്കെതിരെ തീർച്ചയായിട്ടും നമ്മുടെ ടീം കളിക്കുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി ഡിഫറൻസ് ഉറപ്പായിട്ടും ഉണ്ടാവും. അതൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്തത് തന്നെയാണ്. പിന്നെ നമ്മൾ ഓർക്കണം, നമ്മുടെ പ്ലെയേഴ്സിന് ഒരു പ്രോപ്പർ IWL ക്യാമ്പയിൻ പോലും AFFന് ഓർഗനൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു സിറ്റുവേഷനിലാണ് അവർ ഈ ടൂർണമെന്റ് കളിക്കാൻ വരുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ അത് അവരുടെ പ്രിപ്പറേഷൻ അഫക്ട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ജപ്പാൻ പോലത്തെ ഒരു ടീമായിട്ട് നമ്മൾ എങ്ങനെ മുട്ടി നിൽക്കാനാണ്? ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ പ്ലെയേഴ്സിനെയോ കോച്ചിനെയോ ഒന്നും പറയാനില്ല. കാരണം അവരിവിടെ വന്ന് ഈ ഒരു സിറ്റുവേഷനിലും ഈ ടൂർണമെന്റിൽ ഇങ്ങനെ ഒരു ടീമിനെതിരെ കളിക്കുന്നു എന്നുള്ളത് തന്നെ ഒരു വലിയ സെലിബ്രേറ്റ് ചെയ്യേണ്ട ഫാക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ പെർഫോമൻസിനെ കുറിച്ച് അങ്ങനെ ഒരുപാട് ക്രിട്ടിക്കലൊന്നും ആവേണ്ട കാര്യമില്ല. നമ്മളെക്കാളും കുറേ അധികം സ്റ്റെപ്പ് മുന്നിലുള്ള ഒരു ടീമായിട്ട് നമ്മൾ കളിച്ചു. നമ്മൾ നമ്മുടെ ഫുട്ബോൾ കളിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് കാണിച്ചു. അത് വർക്കൗട്ട് ആയില്ല. അതുകൊണ്ട് നമ്മൾ ഗോളുകൾ കൺസീഡ് ചെയ്തു, അത്രേ ഉള്ളൂ. ഈ സ്കോർ ലൈൻ മാത്രം കണ്ടിട്ട് അതൊരു വലിയ ഹെഡ്ലൈൻ ന്യൂസ് ആക്കേണ്ട കാര്യമൊന്നുമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി നമുക്ക് ഹെഡ് കോച്ചിലേക്ക് വരാം. അമേലിയ വാൽവർഡെ. ഞാൻ കഴിഞ്ഞ മത്സരത്തിന് ശേഷവും പറഞ്ഞിരുന്നു, ഒരു ടാക്ടിക്കൽ പ്ലാൻ ഉള്ള അല്ലെങ്കിൽ ഒരു വിഷൻ ഉള്ള കോച്ചായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആൻഡ് ഇന്നത്തെ മത്സരം നമ്മൾ 11-0 തോറ്റു. ഇത് AFC ഏഷ്യൻ കപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയൊന്നും അല്ല. ഓസ്ട്രേലിയ ഇന്തോനേഷ്യനെ 2022-ൽ 18-0 തോൽപ്പിച്ചിട്ടുണ്ട്. ഈ ടൂർണമെന്റിലെ ഏറ്റവും വലിയ തോൽവിയാണ്. ഒരു പക്ഷേ അങ്ങനെ തന്നെ ആ ഒരു റെക്കോർഡ് നിലനിൽക്കാനും സാധ്യതയുണ്ട്. പക്ഷെ അമേലിയ വാൽവർഡെനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ലേ, ഒരു വിഷൻ ഉണ്ട്. പുള്ളിക്കാരിക്ക് ഈ ടീം എങ്ങനെ കളിക്കണമെന്നുള്ളൊരു വ്യക്തമായ ധാരണയുണ്ട്. ആൻഡ് ആ ഒരു ഫിലോസഫിയിൽ തന്നെ പുള്ളിക്കാരി ഉറച്ചു നിന്നു. ഒരു പക്ഷേ 1-2 ബോളുകൾ ഏർലി ആയിട്ട് കൺസീഡ് ചെയ്താൽ വേണമെങ്കിൽ നമുക്ക് ഭയങ്കര ഡിഫെൻസീവായിട്ട് അല്ലെങ്കിൽ ഒട്ടും ഒരു ക്രിയേറ്റീവ് പരിപാടികളൊന്നും ചെയ്യാൻ ശ്രമിക്കാതെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു കളി ഒരു 4-0 5-0 ഒക്കെ നിർത്തായിരുന്നു. പക്ഷെ നമ്മൾ വീണ്ടും ബോൾ പുറകിൽ നിന്നും പ്ലേ ഔട്ട് ചെയ്യാൻ ശ്രമിച്ചു. പല കാര്യങ്ങൾ അതൊന്നും എഫക്റ്റീവായിട്ട് സംഭവിച്ചില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ആ ക്വാളിറ്റി ഡിഫറൻസ് കൊണ്ടാണ്. പക്ഷെ എന്നിട്ടും ഈ ടീം ആ ഒരു ഫിലോസഫി വിട്ടില്ല. പുള്ളിക്കാർ കളിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ഹൈലൈറ്റ്, കുറച്ചുകൂടെ അറ്റാക്കിംഗ് ആയിട്ടുള്ള ബോൾ ബാക്കിൽ നിന്ന് പ്ലേ ഔട്ട് ചെയ്യുക, അങ്ങനത്തേക്കൊരു ഇംപ്രിന്റ് പുള്ളിക്കാരി ഈ ടീമിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്കറിയാം, ഒരുപാട് സമയമൊന്നും ഈ ഗ്രൂപ്പിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ള ഒരു കോച്ചും അല്ല. ആ ഒരു സ്ഥിതിക്ക് ഇങ്ങനെ ഒരു വിഷൻ ഉള്ള ഒരു കോച്ച് ഇവിടെ ഉള്ളത് നല്ലത് തന്നെയാണ്. ഈ ഗ്രൂപ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും പ്രതിസന്ധികളെ തരണം ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഈ നമ്മുടെ വുമൻസ് ടീം. അവർക്ക് കുറച്ചും കൂടെ സമയം ഈ കോച്ചിൻ്റെ കൂടെ കൊടുത്ത് നല്ലൊരു പ്ലാൻ വെച്ച് നല്ലൊരു വിഷൻ
നടപ്പാക്കി ഈ കോച്ചിന് സമയം കൊടുത്ത് ഈ ഗ്രൂപ്പിൻ്റെ കൂടെ വർക്ക് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു വിശ്വാസം എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഈവൻ നൗ ഞാൻ പറയുന്നു, എനിക്ക് ഈ ടീമിൽ ഒട്ടും വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല. എന്തായാലും നമുക്കിനി ക്വാളിഫിക്കേഷൻ സിനാരിയോയിലേക്ക് വരാം. ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞ പോലെ തന്നെ ടോപ്പ് 2 ടീംസ് 3 ഗ്രൂപ്പിൽ നിന്നും ക്വാളിഫൈ ആവും. ആ ഒരു പൊസിഷൻ നമ്മുടെ ഗ്രൂപ്പിൽ ഇനി നമുക്ക് എന്തായാലും ലഭിക്കാൻ പോകുന്നില്ല. കാരണം വിയറ്റ്നാം ഓൾറെഡി ഒരു മത്സരം നമ്മളോട് ജയിച്ചു, ചൈനീസ് തായ്പേയ് ജയിച്ചു. നമ്മൾ അടുത്ത കളി ജയിച്ചാലും നമ്മുടെ ഗോൾ ഡിഫറൻസ് അത്രയും കുറവായതുകൊണ്ട് തന്നെ നമുക്കൊരു പക്ഷേ അവിടെ ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ആകെയുള്ള ഒരു പോസിബിലിറ്റി ടോപ്പ് 3rd റാങ്കിങ്ങിലുള്ള 2 ടീമുകളായിട്ട് ക്വാളിഫൈ ആവുക എന്നുള്ളതാണ്. ബാക്കിയുള്ള ഗ്രൂപ്പുകളിലേക്ക് നോക്കുകയാണെങ്കിലും ഗ്രൂപ്പ് എയിൽ ഫിലിപ്പീൻസും ഇറാനും 2 കളികൾ തോറ്റു. ഗ്രൂപ്പ് ബിയിൽ ഉസ്ബെക്കിസ്ഥാനും ബംഗ്ലാദേശും തോറ്റു. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അടുത്ത മാച്ച് ഡേയിൽ ഈ ടീമുകൾ തമ്മിലാണ് കളി. ഫിലിപ്പീൻസും ഇറാനും കളിക്കും, അതുപോലെ തന്നെ ഉസ്ബെക്കിസ്ഥാനും ബംഗ്ലാദേശും കളിക്കും. അപ്പോൾ അവിടെ ഏതെങ്കിലും ഒരു ടീമിന് ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുകയാണെങ്കിൽ ഒബ്വിയസ്ലി അവരുടെ ഗോൾ ഡിഫറൻസ് നമ്മളെക്കാളും ബെറ്റർ ആണ്. ആ ഒരു കാര്യത്തിൽ നമ്മൾ ഇനി ചൈനീസ് തായ്പേയ് ആയിട്ട് ജയിച്ചാലും ആ ഒരു ഇക്വേഷൻ നോക്കുമ്പോഴത്തേക്കും കുറച്ച് ഡിഫിക്കൽട്ട് തന്നെയാണ്. നിയർലി ഇമ്പോസിബിൾ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം 11 ഗോളുകൾ നമ്മൾ ഇവിടെ കൺസീഡ് ചെയ്തു. കഴിഞ്ഞ കളി നമ്മൾ 2-1 തോറ്റു. അപ്പോൾ ടെക്നിക്കലി നമ്മുടെ ഗോൾ ഡിഫറൻസ് ഇപ്പോൾ -12 ആണ്. അപ്പം ബാക്കിയുള്ള ടീമുകളെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടിയത് -7 ആണ്. ബംഗ്ലാദേശിനും ഐ തിങ്ക് ഇറാനും -7 ആണെന്ന് തോന്നുന്നു. ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ സിനാരിയോ ഭയങ്കര പ്രശ്നത്തിലാണ്. ചൈനീസ് തായ്പേയ് അവർ തീർച്ചയായിട്ടും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒപ്പോണന്റ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനത്തെ ഒരു തോൽവി ഒരു സൈക്കോളജിക്കൽ ഡാമേജ് നമ്മുടെ ടീമിന് വരുത്തുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ട്. കാരണം ഈ ഒരു മത്സരത്തിൽ നമുക്കറിയാം തുടക്കം മുതലേ നമ്മുടെ പ്ലേയേഴ്സ് പ്രഷറിലായിരുന്നു. ഓരോ മിനിറ്റും അവർ പ്രഷറിലാണ് കളിച്ചുകൊണ്ടിരുന്നത്. കാരണം ജപ്പാൻ ഭയങ്കര റിലൻറ്റ്ലെസ് ആയിട്ട് ഒരു ദാക്ഷിണ്യം ഒരു കരുണയും കാണിക്കാണ്ടാണ് ജപ്പാൻ കളിച്ചത്. അവർ 11 ഗോളുകൾ അടിച്ചു. ആൻഡ് ഒരു 11 ഗോളുകൾ കൺസീഡ് ചെയ്യുന്ന ഒരു ടീമിന്റെ ഒരു മൈൻഡ് സെറ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ ഒരു മത്സരത്തിൽ അത് നമ്മൾ അടുത്ത മാച്ചിൽ എഫക്റ്റ് ചെയ്യുമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ പേടി. ചൈനീസ് തായ്പേയ് തീർച്ചയായിട്ടും ഒരു വലിയ ചാലഞ്ച് തന്നെ നമുക്ക് തരുമെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ആൻഡ് നമുക്കൊരു വലിയ ജയം തന്നെ വേണ്ടി വരും. അത് ഹൈലി അൺലൈക്ലി ആണ്. ഇതുവരെയുള്ള ഒരു കളി നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഹൈലി അൺലൈക്ലി ആണ്. ഈ ടൂർണമെന്റിന്റെ പോയിന്റ് നമ്മൾ ക്വാളിഫിക്കേഷൻ നേടുക എന്നുള്ളതൊന്നും ആയിരുന്നില്ല റിയലിസ്റ്റിക്കലി നോക്കുകയാണെങ്കിൽ. ഓബ്വിയസ്ലി ഈ ടീമിൽ നമുക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു, എവിടെയെങ്കിലുമൊക്കെ നമ്മൾ റിസൾട്ട് ഉണ്ടാക്കുമെന്നും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഉണ്ട്. ചൈനീസ് തായ്പേയ് ആയിട്ട് ഒരു ഡ്രോ എങ്കിലും പിടിക്കാം, നല്ലോണം എല്ലാവരും കളിച്ചാൽ കറക്റ്റായിട്ട് ഈ ടീം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡ്രോ എങ്കിലും പിടിക്കാന്നുള്ള പ്രതീക്ഷ ഇപ്പോഴും ഉണ്ട്. പക്ഷേ റിയലിസ്റ്റിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ എനി റിസൾട്ട് ഇസ് എ ബോണസ്, അങ്ങനെ വേണമെങ്കിൽ തന്നെ കൺസിഡർ ചെയ്യാം ഈ ടൂർണമെന്റിൽ. ആ ഒരു സിറ്റുവേഷനിൽ ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇന്നോ നാളെയോ സംഭവിക്കാൻ പോകുന്ന ഒരു ഓവർനൈറ്റ് സക്സസ് ഒന്നുമല്ല. ഇതൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിലേക്ക് നമ്മളിപ്പം ഇങ്ങനെ ഏഷ്യയിൽ വന്ന് ഇങ്ങനത്തെ ടീമുകളായിട്ട് കളിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ലെവലിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുക. മീൻസ് ഇപ്പോൾ ജപ്പാൻ നമ്മളെക്കാളൊക്കെ ഒരുപാട് മുന്നാണ്. ഈവൻ ഒരു വിയറ്റ്നാം ആണെങ്കിൽ പോലും ഇപ്പോൾ വിയറ്റ്നാം മോസ്റ്റ് പ്രോബബ്ലി ഒരു 3rd ബെസ്റ്റ് ടീമായിട്ട് അവർ അടുത്ത റൗണ്ടിൽ ക്വാളിഫൈ ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ അവരായിട്ടും എന്തോരം ലെവൽ ഡിഫറൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ആ ഫസ്റ്റ് ഹാഫിൽ അവർ ഒരുപാട് നമ്മൾ ഡോമിനേറ്റ് ചെയ്തിരുന്നു. പിന്നീട് നമ്മൾ അവർക്കൊരു ഗെയിം നൽകി. അപ്പോൾ ആ ഒരു ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ടല്ലോ, അത് കുറയ്ക്കുക, ആ ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത മെയിൻ ഒബ്ജക്റ്റീവ്. ഇപ്പോൾ ഈ അമേലിയ വാൽവറിൻ്റെ ഇവിടെ വന്നു, ആ ഒരു എക്സ്പീരിയൻസ് ഉള്ള കോച്ചാണ്, നല്ലൊരു സിസ്റ്റം കൊണ്ടുവന്ന് ഈ പ്ലേയേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരുപാട് യങ് പ്ലേയേഴ്സ് ഉണ്ട് നമ്മുടെ ടീമിൽ. നല്ല പ്രോസ്പെക്റ്റുകളായിട്ടുള്ള ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. അവരെയൊക്കെ വെച്ചൊരു കുറച്ച് നാളൊരു വർക്ക് ചെയ്യുകയാണെങ്കിൽ മേ ബി നെക്സ്റ്റ് വേൾഡ് കപ്പ് അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത വേൾഡ് കപ്പിനൊക്കെ നമ്മൾ ക്വാളിഫിക്കേഷന് കുറച്ചും കൂടെ സ്ട്രോങ്ങർ ടീം ആവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. നമ്മുടെ ബാക്കിയുള്ള സിസ്റ്റമൊക്കെ അതിന് അനുസരിച്ച് വർക്ക് ചെയ്യണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കിയുള്ള ഫെഡറേഷനും കാര്യങ്ങളും ഒക്കെ അതിന് വേണ്ട ഒരു എൻവയൺമെൻറ്റ്, ഒരു എക്കോസിസ്റ്റം ഇവിടെ ഉണ്ടാക്കണം. അവരെ കൊണ്ട് അത് ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ടീമിന് നമ്മൾ ഒരുപാട് അഭിമാനം കൊള്ളിക്കാനുള്ള എല്ലാ പൊട്ടൻഷ്യലും ഉണ്ട്. അത് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. എന്തായാലും നിങ്ങൾക്ക് ഈ ടീമിൻ്റെ പെർഫോമൻസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാം. അടുത്ത മത്സരവും നമ്മൾ എന്തായാലും വീഡിയോ ചെയ്യുന്നതായിരിക്കും. ബിക്കോസ് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. ഈ വീഡിയോ ആരും അധികം കാണില്ലെന്നൊക്കെ എനിക്കറിയാം, പലർക്കും ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യമാണെന്ന് എനിക്കറിയാം. എന്നാലും ഒരു ഉത്തരവാദിത്തത്തിൻ്റെ പുറത്ത് നമ്മൾ ഈ വീഡിയോ ചെയ്യണം. കാരണം ഈ പ്ലേയേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കണം, അവർക്ക് വേണ്ടൊരു മോട്ടിവേഷൻ കൊടുക്കണം, അവർക്കൊരു വിസിബിലിറ്റി കിട്ടണം. എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. യു ടേക്ക് കെയർ. ബൈ ഫോർ നൗ.